എം സ്വരാജ് വളർന്നു വരുന്ന CPM-ലെ നല്ലൊരു നേതാവാണ്, ഭാവിയുള്ള ആളാണ്. തീർച്ചയായിട്ടും പോളിറ്റ് ബ്യൂറോയിലൊക്കെ വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വലിയ സാധ്യതയുള്ളൊരു നേതാവാണ്. പക്ഷേ സ്വരാജിന് ഒരു പ്രശ്നമുണ്ട്. ഇത് പലവട്ടം പറയണമെന്ന് വിചാരിച്ചാണ്, സ്വരാജിന്റെ പല നിലപാടുകളോട് കാണുമ്പോൾ ഇത് പറയണമെന്ന് വിചാരിച്ചതാണ്. പക്ഷെ ഇപ്പോൾ അതിനുള്ള മൂർത്തിഭാവമായി, സമയമായിരിക്കുന്നു. എല്ലാവരും നേരെ ചിന്തിക്കുമ്പോൾ സ്വരാജ് വളഞ്ഞു ചിന്തിക്കും. എല്ലാവരും ഇരിക്കുമ്പോൾ സ്വരാജ് എണീറ്റ് നിൽക്കും. എല്ലാവരും എണീറ്റ് നിൽക്കുമ്പോൾ സ്വരാജ് കിടക്കും. ഇത് സ്വരാജിന്റെ ഒരു സ്വഭാവമാണ്. ഒരുപക്ഷെ സ്വരാജിന് ഇങ്ങനെയൊക്കെ സ്വരാജ് പറയുന്നത് അദ്ദേഹത്തിന് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയായിരിക്കും, ഒരു ശ്രദ്ധ കിട്ടാൻ വേണ്ടിയായിരിക്കും, ഒരു റീച്ച് കിട്ടാൻ വേണ്ടിയായിരിക്കും. റീലായാലും വീഡിയോ ആയാലും ഫേസ്ബുക്ക് പോസ്റ്റിലായാലും റീച്ച് ഉണ്ടല്ലോ, അതിനു വേണ്ടിയായിരിക്കും. അല്ലെങ്കിൽ എന്ത് അബദ്ധമാണ് പറയുന്നത്? നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ മുതൽ പഠിച്ചിട്ടുള്ളതാണ്, യുദ്ധം എന്ന് പറഞ്ഞാൽ ആത്യന്തികമായി ആരും ജയിക്കുകയില്ല. ഒരു യുദ്ധത്തിലൂടെയും ആർക്കും ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുകയില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളെ കൊന്നു മറിച്ചൊരു രാജ്യമാണ് സോവിയറ്റ് റഷ്യ. സ്വരാജിന്റെ പാർട്ടിയായിരുന്നു അതൊക്കെ ചെയ്തത്. സ്റ്റാലിൻ ഒരുപാട് അഭ്യാസങ്ങൾ കാണിച്ചു. കമ്മ്യൂണിസം കൊണ്ടുവരാൻ പറ്റിയോ സ്വരാജെ? ചൈന എന്തോരം ബഹളമാണ് കാണിച്ചത്. എത്ര ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് ആളുകളെയാണ് കൊന്നത് കമ്മ്യൂണിസത്തിന്റെ പേരിൽ. വിപ്ലവം കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും വിപ്ലവം വന്നോ സ്വരാജെ? കംബോഡിയ വെടിവെച്ച് കൊന്നാൽ വെടിയുണ്ട നഷ്ടം വരുമെന്ന് പറഞ്ഞ് കൊച്ചുമക്കളെ മരത്തിലടിച്ചു കൊന്നു. അപ്പൊ കുഞ്ഞുങ്ങളെ മരത്തിലടിച്ച് കായും കാലും എടുത്ത് കാല് വീശി മരത്തിലടിച്ചു കൊന്നപ്പോൾ അതാരോ ചോദിച്ചു, എന്തിനാണ് ഇങ്ങനെ മരത്തിലടിച്ചു കൊള്ളുന്നത്, ഭീകരമല്ലേ, വെടിവെച്ച് കൊന്നൂടെ? അപ്പൊ ചോദിച്ചു, എന്തിനാണ് ഒരു വെടിയുണ്ട കളയുന്നത്, കുട്ടികളെ കൊല്ലാൻ മരത്തിലടിച്ചാൽ മതി, അവർ ചത്തോളും. അങ്ങനെ ചെയ്ത കംബോഡിയ, ഉത്തര കൊറിയ, എത്ര സ്ഥലങ്ങൾ. ഈ ഇവിടങ്ങളിലൊക്കെ നടത്തിയ യുദ്ധങ്ങൾ, ആക്രമണങ്ങൾ, പ്രത്യാക്രമണങ്ങളൊക്കെ എന്തെങ്കിലും ആദർശം കൊണ്ടുവന്നിട്ടുണ്ടോ? എന്തെങ്കിലും ആശയം കൊണ്ടുവന്നിട്ടുണ്ടോ? ഇല്ല സ്വരാജെ.